ഹേ ഓൾ, ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. സൺഡേ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ വെയിലത്ത് പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടക്കിലുള്ള നെസ്റ്റോയിലേക്കാണ് കേട്ടോ. ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്കൊരു ഗൗൺ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പക്ഷേ ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം അവിടെയൊക്കെ തണ്ടി തിരിഞ്ഞ് നടന്ന് അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. ഇതൊരു വ്ളോഗറും കൂടെയാണ്. VRT ലൊക്കേഷൻ എന്നാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ അടിക്കണേ. അങ്ങനെ ഞങ്ങൾ നേരെ കാരവൻസിൽ പോയി അവിടെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എത്തി. ബീഫ് ഫ്രൈയും ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ സ്വാഭാവികമായിട്ടും ബിരിയാണി തന്നെയാണ് ഞാൻ ഓർഡർ ആക്കിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരവൻസത്തെ ബിരിയാണി. പിന്നെ അഖിൽ ബീഫിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. അതും രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. ശ്രുതി പിന്നെ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അവൾക്ക് പിന്നെ ഒക്കെ ഓക്കെയാണ്. മോനക്കും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ലാസ്റ്റ് ഇട്ട പരിപാടിയാണ് കേട്ടോ. ബീഫും മയോണീസും കൂടെ കൂട്ടിയടിക്കുകയാണ്. എന്നിട്ട് സ്വയം പറയുന്നത് നല്ല രസമുണ്ട് എന്നാണ്. എന്താണോ എന്തോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ശ്രുതിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഹൈവേയിൽ കയറിയപ്പോൾ ഉള്ള ഓരോ കാട്ടിക്കൂട്ടലുകളാണ് കേട്ടോ. കാര്യമൊക്കെ ഉണ്ടാവും. ഞാനെങ്ങനെയാണ് നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം മറന്നു പോകും. പക്ഷേ വെയിൽ എന്നെ അതിന് അനുവദിച്ചില്ല മക്കളെ. അത്രയ്ക്ക് വെയിലായിരുന്നു. എൻ്റെ അമ്മോ, ഒന്ന് വേഗം വീട് എത്തി കിട്ടിയാൽ മതി എന്നായി. റോഡ് നല്ലതായതുകൊണ്ട് പിന്നെ സ്പീഡ് പിടിച്ചങ്ങ് പോയി. അങ്ങനെ വീട്ടിലെത്തി. ഇതകിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ ശ്രുതിയുടെ അനിയനും വാങ്ങിക്കൂട്ടിയ മെഡലുകളാണ് കേട്ടോ. മിസ്റ്റർ മലപ്പുറം, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ യൂണിവേഴ്സിൽ വരെ. എൻ്റെ അമ്മ ഇതൊക്കെ കണ്ട് ആകെ കിളി പോയി ഞാൻ. അവൻ്റെ ഈ ഒരു മെഡലുകളും കാര്യങ്ങളും വെക്കാനായിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമ്മതിക്കണം. അങ്ങനെ അമ്മ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ പമ്പിൽ പോയി. ഫുൾ ടാങ്ക് അടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. ഫുൾ ടാങ്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ് ഗൈസ്. അങ്ങനെ അത് ഫുൾ ടാങ്കൊക്കെ അടിച്ച് നേരെ കോട്ടക്കൽ ബൈപ്പാസിൽ പോയി. ബൈപ്പാസിൽ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതലിന് കാണാനായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് ഫൈറൂഷ എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഒരു മന്തിയും അൽഫാമൊക്കെ ഓർഡർ ആക്കി. അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.